അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 2-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായം 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കണം. അഥാ 12-ഓധ്യായ. സൂത ഉവാച തച്ഛുത്വാ വചനം തസ്യ വ്യാസ സത്യവതീ സുത. ഉവാച വചനം തത്ര സഭായാം നൃപതിം ച തം. വ്യാസ ഉവാച ശൃണു രാജൻ പ്രവക്ഷ്യാമി പുരാണം ഗുഹ്യമദ്ഭുതം. പുണ്യം ഭാഗവതം നാമ നാനാഖ്യാനയുതം ശിവം. അധ്യാപിതം മയാ പൂർവം ശുകായാത്മസുതായ വൈ. ശ്രാവയാമി നൃപ ത്വം ഹി രഹസ്യം പരമം മമ. ധർമാർത്ഥകാമമോക്ഷാണാം കാരണം ശ്രവണാത് കില. ശുഭദം സുഖദം നിത്യം സർവാഗമസമുദ്ധൃതം. ജനമേജയ ഉവാച ആസ്തികോയം സുതഃ കസ്യ വിഘ്നാർത്ഥം കഥമാഗത. പ്രയോജനം കിമത്രാസ്യ സർപ്പാണാം രക്ഷണേ പ്രഭോ. കഥൈതന്മഹാഭാഗ വിസ്തരേണ കഥാനകം. പുരാണം ച തഥാ സർവം വിസ്തരാദ്വദ സുവ്രത. വ്യാസ ഉവാച ജരത്കാരുർമുനിഃ ശാന്തോ ന ചകാര ഗൃഹാശ്രമം. തേന ദൃഷ്ടാ വനേ ഗർത്തേ ലംബമാനാ സ്വപൂർവജാ.
തതസ്തമാഹു കുരുപുത്രദാരാൻ യഥാചന സ്യാൽ പരമാഹി തൃപ്തി സ്വർഗേ വ്രജാമ ഖലു ദുഃഖമുക്ത വയം സദാചാരയുതേ സുതേ വൈ സതാനുവാചാധ ലഭേ സമാനാമയാചിതാം ചാതിവശാനുഗാം ച തദാ ഗൃഹാരംഭമഹം കരോമി ബ്രവീമി തദ്ധ്യം മമ പൂർവജാ വൈ ഇത്യുക്ത്വാ താൻ ജരത്കാരുർഗതസ്തീർത്ഥാൻ പ്രതിദ്വിജ തദൈവ പന്നഗാ ശബ്ദാ മാത്രാഗ്നൗ നിപതന്ദ്വിതി കശ്യപസ്യ മുനേ പത്നി കദ്രുശ്ച വിനതാ തഥാ ദൃഷ്ട്വാദിത്യരഥേ ചാശ്വമൂചതുശ്ച പരസ്പരം തം ദൃഷ്ട്വാ ച തദാത് കദ്രുർ വിനതാമിദമബ്രവീൽ കിം വർണ്ണോയം ഹയോ ഭദ്രേ സത്യം പ്രബ്രൂഹി മാചിരം സത്യം പ്രഭൂഹി മാചിരം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 12-ാമത്തെ അധ്യായം, ആദ്യത്തെ 12 ശ്ലോകങ്ങൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവൃത്തത്തിൽ ജഗജ്ജനനിയായ ആ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സൂതൻ പറഞ്ഞു, ജനമേ ജയൻ തന്നുടെ വാക്കു കേട്ടു സത്യവതി പുത്രൻ സദസ്സിൽ വെച്ചേവം പറഞ്ഞുവല്ലോ. വ്യാസൻ പറഞ്ഞു, ഗുഹ്യവും അദ്ഭുതവുമാം പുണ്യമേറും കഥകളാൽ ശിവവുമാം ഭാഗവതം പുരാണം കേൾക്കൂ. പണ്ടു ഞാനും പുത്രനായ ശുകനെ പഠിപ്പിച്ചതാം പരമരഹസ്യമായ പുരാണം കേൾക്കൂ. ശുഭപ്രദം സുഖപ്രദം നിത്യം വേദസാരമായ ഇതു കേൾക്കുന്നതു പുരുഷാർത്ഥ കാരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയം പറഞ്ഞു, ആസ്തിക്യന്മാരുടെ പുത്രൻ സത്രം മുടക്കാനായെത്തി സർപ്പങ്ങളെ രക്ഷിച്ചാലെന്തു പ്രയോജനം? ആ കഥകൾ വിസ്തരിക്കൂ, അതുപോലെ വിസ്തരിച്ചു ആ പുരാണത്തെയും ഭക്ത്യാ പറഞ്ഞിടണേ. വ്യാസൻ പറഞ്ഞു, ജരത്കാരു ഗാർഹസ്ഥ്യം സ്വീകരിച്ചില്ല ഒരു ദിനം.
കുഴിയിൽ പൂർവികർ തൂങ്ങിക്കിടന്നിടുന്നു. ഞങ്ങൾ സന്തുഷ്ടരായി തീർന്നിടുവാൻ മകനെ നീയും വിവാഹത്തെ നടത്തേണം വൈകാതെ തന്നെ. സദാചാരയുക്തനായ മുനിയിൽ സന്തുഷ്ടരായി സ്വർഗം തേടിപ്പോകാമെന്നും അവർ പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജരത്താരുവരോടായി ഏവം ചൊല്ലി നിങ്ങൾ തന്നെ അനുരൂപയായിടുന്ന സ്ത്രീയെ കാണിക്കൂ. എന്റെ ചൊൽപ്പടിക്കു നിൽക്കുന്നവളെങ്കിൽ തീർച്ചയായും അവളെ വിവാഹം ചെയ്യാം, ഇതു സത്യം താൻ. ജരക്കാരു തീർത്ഥയാത്രയ്ക്കായിട്ടു പോയ കാലത്തു കദ്രു ശപിച്ചു മക്കളെ തീയിൽ വീഴട്ടെ. കശ്യപന്റെ ഭാര്യമാരാം കദ്രുവും വിനതദാനും സൂര്യന്റെ അശ്വത്തെ കണ്ടു ഏവം പറഞ്ഞു. കുതിരയെ കണ്ട കദ്രു വിനതയോടു ചോദിച്ചു, കുതിര തൻ നിറമെന്ത് തെറ്റാതെ ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ ചേരട്ടെ എൻ ജന്മവും. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷര സമർപ്പണമായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 158 ദിവസം. ദ്വിതീയ സ്കന്ധം 12 അധ്യായത്തിൽ 1 മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഇവിടെ ജനമേജയൻ്റെ വാക്കുകൾ കേട്ട് മനസ്സമാധാനം ഉണ്ടാവണില്ല, എൻ്റെ അച്ഛന് സദ്ഗതി കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ഇത് കേട്ട് സൂതം പറയുകയാണ്, തച്ഛുത്വാവചനം തസ്യ വ്യാസ സത്യവതീസുതാം. സത്യവതീസുതനായ വ്യാസൻ ഈ വാക്കുകൾ കേട്ടിട്ട്, ജനമേജയൻ്റെ വാക്കുകൾ കേട്ട്
ഉവാചവചനം തത്ര സഭായാം നൃപതിം ച തം. അവിടെ ആ സദസ്സിൽ വെച്ച് രാജാവിനോട് വേദവ്യാസൻ ഇങ്ങനെ പറഞ്ഞു. എന്താ വേദവ്യാസൻ പറഞ്ഞത്? ശൃണുരാജൻ പ്രവക്ഷ്യാമി പുരാണം ഗുഹ്യമദ്ഭുതം പുണ്യം ഭാഗവതം നാമ നാനാഖ്യാനയുതം ശിവം. രാജാവേ കേട്ടോളൂ. പ്രവക്ഷ്യാമി, ഞാനിതാ പറയാം. എന്ത്? പുരാണം ഗുഹ്യമദ്ഭുതം, വളരെ രഹസ്യവും അത്ഭുതവുമായിരിക്കുന്ന പുരാണം. പുണ്യം ഭാഗവതം നാമ, പുരാണം ഭാഗവതം എന്നു പേരുള്ള പുണ്യം നിറഞ്ഞ പുരാണം. അത് തന്നെ നാനാഖ്യാനയുതം ശിവം, പല പല കഥകളാൽ ചേർന്നതും അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ടതും മംഗളകരവുമായിരിക്കുന്ന ശിവവുമായിരിക്കുന്ന ഭാഗവതം എന്ന പുരാണത്തെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. അധ്യാപിതം മയാ പൂർവം ശുകായ ആത്മസുതായ വൈ, എൻ്റെ മകനായ ശുകന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് പരമരഹസ്യമായിരിക്കുന്ന ഈ പുരാണം. ശ്രാവയാമി നൃപത്വം, അങ്ങേയും ഞാനത് കേൾപ്പിക്കാം. രഹസ്യം പരമം മമ, ഞാനത് അങ്ങയെ കേൾപ്പിക്കാം. അങ്ങ് അത് കേൾക്കൂ. എൻ്റെ പുത്രൻ ശുകൻ സർവസംഗപരിത്യാഗിയാണ്, എങ്കിലും ആ ശുകനെ ഞാനിത് പഠിപ്പിച്ചു. അത് ഞാൻ അങ്ങയെയും കേൾപ്പിക്കാം. ധർമാർത്ഥകാമമോക്ഷാണാം, 4 പുരുഷാർത്ഥങ്ങൾ, ധർമ്മം അർത്ഥം കാമം മോക്ഷം, ഇതിനൊക്കെ തന്നെ കാരണമാണ് ശ്രവണാത് കില, ഇത് കേൾക്കുന്നത്. ശുഭദം സുഖദം നിത്യം സർവാഗമസമുദ്ധൃതം, സകല ആഗമങ്ങളുടെയും സാരമാണ്, വേദസാരമാണ്. നിഗമകൽപ്പതരോർഗളിതം ഫലം എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ ഇവിടെ പറയാണ്. സർവാഗമസമുദ്ധൃതം ശുഭദം സുഖദം, ഇത് കേൾക്കുമ്പോൾ എന്തുണ്ടാവണു? ശുഭമുണ്ടാവണു, സുഖമുണ്ടാവണു. നിത്യവുമായി നിൽക്കുന്ന ആ ശ്രീമദ് ഭാഗവതം, ഈ ദേവി ഭാഗവതം. ജനമേജയൻ ചോദിച്ചു, ആസ്തീകോയം സുതകസ്യ വിഘ്നാർത്ഥം കഥമാഗത പ്രയോജനം കിമത്രാസ്യ സർപ്പാണാം രക്ഷണേ പ്രഭോ. ഈ ഇവിടെ വന്നില്ലേ, ആസ്തികന്റെ കഥ പറഞ്ഞു. ആ ആസ്തികൻ ആരുടെ പുത്രനാണ്? സർപ്പസത്രം മുടക്കാൻ അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നത്? പ്രയോജനം കിമത്രാസ്യ സർപ്പാണാം രക്ഷണേ പ്രഭോ, സർപ്പങ്ങളെ രക്ഷിച്ചതുകൊണ്ട് ഈ ആസ്തികന് എന്താണ് പ്രയോജനം ഉള്ളത്? കഥൈതൻ മഹാഭാഗ വിസ്തരേണ കഥാനകം പുരാണം ച തഥാ സർവം വിസ്തരാദ്വദ സുവ്രതാം. ആ കഥകളെ വിസ്തരിച്ച് പറയൂ, അതേപോലെ തന്നെ പുരാണത്തെയും വിസ്തരിച്ച് പറയണം. ആസ്തികന്റെ കഥ മാത്രമല്ല, പുരാണങ്ങൾ മുഴുവൻ. പുരാണം ച തഥാ സർവം വിസ്തരാദ് വദ സുവ്രത, വിസ്തരിച്ച് പറയൂ ഹേ വ്രതനിഷ്ഠനായിരിക്കുന്ന മഹാഭാഗ. ഇത് കേട്ടിട്ട് വ്യാസൻ പറഞ്ഞു തുടങ്ങുകയാണ്. ജരത്കാരുമുനിശാന്തോ നചകാര ഗൃഹാശ്രമം തേന ദൃഷ്ടാവനേ ഗർത്തേ ലംബമാന സ്വപൂർവജാം. ജരത്കാരു എന്നൊരു മുനി, വളരെ ശാന്തനാണ് അദ്ദേഹം. അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചില്ല, വിവാഹം കഴിച്ചില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം കാട്ടിലൂടെ പോകുന്ന സമയത്ത് ദൃഷ്ടുവാ വനേഗർത്തെ, ദൃഷ്ടാവനേഗർത്തെ, വനത്തിൽ വലിയൊരു ഗർത്തത്തിൽ, ഒരു കുഴിയിൽ ലംബമാന സ്വപൂർവജ, തൻ്റെ പൂർവികന്മാര് തലകീഴായി കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അല്ലെ, വവാലുകളൊക്കെ കിടക്കുന്നത് പോലെ പൂർവികന്മാര് കിടക്കും. തതസ്തമാഹു കുരുപുത്രധാരാൻ യഥാച ന സ്യാത് പരമാഹി തൃപ്തി സ്വർഗേ വ്രജാമ ഖലു ദുഃഖമുക്താം വയം സദാചാരയുതേ സുതേ വൈ. മകനെ, ഞങ്ങൾക്ക് സംതൃപ്തി വരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ വിവാഹം കഴിക്കണം, നീ ഗൃഹസ്ഥനാവണം. അങ്ങനെ മകൻ സദാചാരയുക്തനായിരുന്നാൽ സന്തുഷ്ടനായി ഞങ്ങൾ സ്വർഗത്തിലേക്ക് തന്നെ പോകാം.
ജരൽക്കാരുവിൻ്റെ അടുത്ത് പൂർവികന്മാരിങ്ങനെ പറഞ്ഞു, നീ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കഴിയേണ്ടി വന്നത്. നിനക്കൊരു പുത്രനുണ്ടായാൽ ഞങ്ങൾക്കും സന്തോഷാവും, ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തും. സതാനുവാചാധലഭേ സമാനാമയാചിതാം ചാതിവശാനുഗാം ച തദാ ഗൃഹാരംഭമഹം കരോമി ബ്രവീമി തഥ്യം മമ പൂർവജാവൈ. ജരൽക്കാരും അവരോട് തിരിച്ചു പറഞ്ഞു, ഹേ പിതൃക്കളെ, എനിക്ക് അനുരൂപയായി എൻ്റെ ഇഷ്ടങ്ങൾക്ക് യോജിച്ച തരത്തിൽ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുവളെ ഞാൻ വിവാഹം ചെയ്യാം. അപ്പം ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും വിളിച്ച് എനിക്ക് ഭാര്യയായിട്ട് വരാൻ വേണ്ട സഹായങ്ങൾ ചെയ്താൽ തീർച്ചയായും ഞാൻ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം. ഇത് സത്യം. ഇത്യുക്ത്വാ താൻ ജരൽക്കാരുർഗതസ്തീർത്ഥാൻ പ്രതിദ്വിജ തദൈവ പന്നഗാ ശബ്ദ മാത്രാസ്നൗ നിപതന്വിതി. ഇങ്ങനെ പറഞ്ഞിട്ട് ജരൽക്കാരു തീർത്ഥയാത്രയ്ക്കായിട്ട് അവിടുന്ന് യാത്രയായി. ഈ സമയത്താണ് തൻ്റെ മക്കളായ സർപ്പങ്ങളെ തീയിൽ വീണു പോവട്ടെ എന്ന് ശപിച്ചത്. ആര്? അമ്മയായ കദ്രു. മാത്രാഗ്നൗ നിപതന്വിതി എന്ന് ശപിച്ചു. കശ്യപസ്യ മുനേ പത്നി കദ്രുശ്ച വിനതാ തഥാ. കദ്രുവിനെ കുറിച്ച് പറഞ്ഞു, ഇനി വിനതയെയും കുറിച്ച് പറയുകയാണ്. കശ്യപ മുനിയുടെ പത്നിമാരാണ് കദ്രുവും വിനതയും. ദൃഷ്ട്വാ ആദിത്യരഥേ ചാശ്വം ഊചതൂശ്ച പരസ്പരം. അവരൊരു ദിവസം ആദിത്യൻ്റെ, സാക്ഷാൽ സൂര്യൻ്റെ രഥം കണ്ടു. രഥത്തിൽ പൂട്ടിയിരിക്കുന്ന കുതിരയെ കണ്ടിട്ട് അവർ പറഞ്ഞു, തം ദൃഷ്ട്വാച തഥാ കദ്രുർവിനതാമിതമബ്രവിൽ. വിനതയോട് കദ്രു പറഞ്ഞു, ഇവിടെ കിം വർണ്ണോയം ഹയോ ഭദ്രേ സത്യം പ്രഭൂഹി മാചിരം. ആ നിൽക്കുന്ന കുതിരയുടെ നിറം എന്താണ് എന്ന് തെറ്റാതെ എന്നോട് പറയൂ. കദ്രു വിനതയുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ നിൽക്കുന്നത് വെളുത്ത കുതിരയാണോ കറുത്ത കുതിരയാണോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നു. ഏതായാലും വിനത അതിനുള്ള മറുപടി പറയുന്നു. ആ ഭാഗങ്ങൾ പിന്നെ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെയാണ്. കദ്രുവിൻ്റെ ദാസിയായി വിനത മാറിയത് എങ്ങനെ എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്ത ദിവസം നമ്മൾ അനുസ്മരിക്കുക. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം.
സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.
സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.